പ്രജീഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ന്യൂ സെല്ലർ സെൻട്രൽ ലിസ്റ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ആക്ഷൻ. ഇത് എവിടെയാണ്? ഇത് Amazon.in അല്ലേ? ശരി, ഓക്കെ. ആഡ് ലിസ്റ്റിംഗിൽ ക്ലിക്ക് ചെയ്യൂ. എന്താ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നത്? ആഡ് ക്രിയേറ്റ് ലിസ്റ്റിംഗ്. ഏഡ് ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്നുള്ള യെസ്, കറക്റ്റ്. അപ്പോൾ ശരിയായി. ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ടൈപ്പ് ചെയ്യുക. ഏത് പ്രോഡക്റ്റാണ് ടൈപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള? ഏത് വേണമെന്ന് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ഏത് പ്രോഡക്റ്റ് ആയിരുന്നു? ഞാൻ അത് ഒഴിവാക്കി വേറൊരു പ്രോഡക്റ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രോഡക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഇവിടെ തന്നെ ആ സ്ക്രീനിൽ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഇതേതാണ്? ക്രാഫ്റ്റ് ഇന്ത്യ. ഓക്കെ, ഇത് നല്ല പ്രോഡക്റ്റ് ആണല്ലോ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നിലവിൽ നമ്മളിപ്പം പിന്നെ ആമസോൺ ഗ്രേറ്റ് ഫെസ്റ്റിവലിൽ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പം സാംസങ് ആയിക്കോട്ടെ, പിന്നെ ഐഫോൺ ആയിക്കോട്ടെ, പലരും എന്താ പറയാ ഒരു ബ്രാൻഡിന്റെ തന്നെ പല സെല്ലേഴ്സും സെയിം രീതിയിൽ പല ഓഫർ ഇട്ടിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പം ക്രാഫ്റ്റ് ഇന്ത്യ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇത് പറയാണ്. ഇപ്പൊ ഇതിപ്പോ ഒരു കമ്പനി അവരെ മാനുഫാക്ചറിങ് അവർ ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അവരെ പ്രോഡക്റ്റ് തന്നെ എനിക്ക് വേറെ ഇതിൽ ചെയ്യാൻ പറ്റുമോ? അല്ല അതിനെന്തെങ്കിലും ബ്ലോക്ക് വരും? അവരുടെ അടുത്ത് സോഴ്സിംഗ് ആയിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വേണമല്ലോ, എന്നാലല്ലേ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിങ് ഇന്നലെ നമ്മൾ നോക്കിയില്ലേ? എന്തുമാതിരിയുള്ള പ്രൈസിങ്. ഒരു നല്ലൊരു എമൗണ്ട് ഇതാണ് ആമസോൺ തന്നെ കൊടുക്കണം. അപ്പൊ ആ പ്രൈസിങ്ങിൽ കിട്ടുമോ? നമുക്ക് മേടിക്കാൻ പറ്റുമോ? നമ്മൾ കോമ്പറ്റീറ്റീവ് ആവില്ല. കോമ്പറ്റീറ്റീവ് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും. അപ്പൊ അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പറയുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഒരു മിനിറ്റ്. ഹരി, പറയൂ. കമ്പനിയല്ല, ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ആണ് കാലിസ്റ്റ എന്ന് പറഞ്ഞത്. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒന്ന് നോക്കൂ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ യൂട്യൂബിന്റെ പ്രപ്പോസലാണ് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബ് മാത്രം പോലെ ഇൻസ്റ്റാഗ്രാമും കൂടെ വേണമെന്ന്. അപ്പൊ അത് വർക്ക് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർജസ് 18,000 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിന്റെ പ്രപ്പോസലും കൂടെ എടുക്കാം. ശരി. സോറി, കോള് വന്നു. എവിടെ? ആ ലിസ്റ്റിംഗിലേക്ക് പോകുക, തിരിച്ചു പോകും ലിസ്റ്റിംഗിലേക്ക്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യാൻ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. പ്രോഡക്റ്റ് കാറ്റഗറി ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ഫോർ ലിവിംഗ് റൂം. അതാണോ? ക്ലിക്ക് ചെയ്തോളൂ. ഇതിൽ ഒന്നും നമ്മൾ സെല് ചെയ്യുന്നില്ല. ഇതിൽ സെല് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺ ഓഫ് ദ സെല്ലേഴ്സ് ആയി മാറും. ഇപ്പൊ വൺ ഓഫ് ദ സെല്ലേഴ്സ് ആയി മാറാൻ നമുക്ക് ഉദ്ദേശമില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റിംഗ് ഉണ്ടാക്കുകയാണെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഏറ്റവും താഴത്ത് ലിസ്റ്റിംഗ് നോട്ട് ഫൗണ്ട്, ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് കാണാനുണ്ടോ? ഏറ്റവും താഴത്ത്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയ ലിസ്റ്റിംഗ് ആഡ് ചെയ്യുക. ഇന്നലെ നമ്മൾ കണ്ട പോലെ ഇന്നലെയും മിനിഞ്ഞാന്നും 2 ദിവസം കണ്ടു. മിനിഞ്ഞാന്ന് നമ്മൾ സുഹേറയുടെ അക്കൗണ്ടിൽ കണ്ടു, ഇന്നലെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കാണിച്ചു തന്നു. ഐറ്റം പേര് കൊടുത്തോളൂ. ഇല്ല, അത് അവിടെ ഇരുന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. താഴത്ത് മാത്രം കൊടുത്താൽ മതി. ഐറ്റം നെയിം കൊടുക്കുന്ന അവിടെ അത് വിട്ടോളൂ, ഇനി വിട്ടോളൂ. അതൊന്നും ആവില്ല, പൊക്കോളൂ. ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് പൊക്കോളൂ. ഐറ്റം നെയിമിന്റെ അവിടെ ടൈപ്പ് ചെയ്യൂ. അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക് ലിസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ അവര് AI കണ്ടന്റ് വെച്ച് ഓട്ടോമാറ്റിക് ലിസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ മേളില് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ നമ്മൾ സെല് ചെയ്യുന്നത് അതിനെ പറ്റി 2 വരി എഴുതിയിട്ട്
ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ഉണ്ടാക്കി തരും. അത് ഗൂഗിളിലും ആമസോണിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ AI-ന്റെ എന്താണ് AI വെച്ചുണ്ടാക്കുന്ന കണ്ടന്റ് ആണ്. അത് നമ്മളിപ്പോ നോക്കണ്ട, കാരണം മാനുവലായിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. അപ്പൊ അവിടെ പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്തോളൂ. കോപ്പി വെക്കാൻ പറ്റുമോ? കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ SEO-ന് പ്രശ്നമാവും. SEO-ന് പ്രശ്നമാവുന്നത് പ്ലേഗറിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരേ കണ്ടന്റ് രണ്ടുപേര് ചെയ്യുന്നെങ്കിൽ അത് ആമസോണിന് ഇഷ്ടമല്ല. ഗൂഗിൾ SEO-ലുള്ള പോലെ തന്നെ ആമസോണിനും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഇഷ്ടമല്ല. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ കോപ്പി ചെയ്താലും അതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് വേണം ലിസ്റ്റ് ചെയ്യാൻ. അപ്പൊ കോപ്പി ചെയ്തോളൂ, പക്ഷെ അതിനകത്ത് നമുക്ക് വേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് ചേഞ്ച് വരുത്തണം. ഇപ്പൊ ഇതെല്ലാം പഠിക്കാനായിട്ടുള്ള കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്ന ആക്ച്വൽ ലിസ്റ്റിംഗ് വരുമ്പോ ഒന്നും കോപ്പി ചെയ്ത് ഇടാൻ പാടില്ല. കോപ്പി ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലേഗറിസം എന്ന് പറഞ്ഞിട്ട് ആമസോണിന് പറയും. ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. SEO വരുമ്പോ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ പ്രൊമോട്ട് ചെയ്യില്ല. അതാണ് പ്രശ്നം. അത് ഗൂഗിളിലും അങ്ങനെ തന്നെയാണ്, ഗൂഗിൾ SEO-ലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് പ്ലേഗറിസം എന്ന് പറഞ്ഞിട്ട് അവർ ഗൂഗിൾ ഡസൻ ലൈക്ക്. അതേപോലെ തന്നെ ആമസോൺ ഓൾസോ ഡസൻ ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കോളൂ. ലോർഡ് ഗണേശ സ്റ്റാച്ചു, വാൾ ആർട്ട്, ഡെക്കറേറ്റീവ് ഷോ പീസ് എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും മാറ്റാൻ നോക്കുക. ഏതെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. വാൾ ഡെക്കോർ ഓഫ് ലോർഡ് ഗണേശ. വാൾ ഡെക്കോർ ഓഫ് ലോർഡ് ഗണേശ ക്യാപ്പിലാണ് പോകുന്നത്. ക്യാപ്സ് ഡെക്കറേറ്റീവ് ഷോ പീസ്. ലോർഡ് ഗണേശ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. ലോർഡ് ഗണേശ സ്റ്റാച്ചു, ഡെക്കറേറ്റീവ് ഷോ പീസ് ആൻഡ് വാൾ ആർട്ട്. 4 ഡൈലീറ്റ് ചെയ്ത് കളയൂ. ആൻഡ് വാൾ ആർട്ട്. ഇവിടെയുള്ള വാൾ ആർട്ട് എടുത്തു കളഞ്ഞോളൂ. ആദ്യം ഉള്ള വാൾ ആർട്ട് എടുത്തു കളയും. യെസ്, ഇപ്പൊ ശരിയായി. ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പാടില്ല. പ്രോഡക്റ്റ് ടൈപ്പ് ഓട്ടോമാറ്റിക്കലി വന്നു. കൺഫേം ചെയ്താൽ മതി. കൺഫേം ചെയ്താ ഓക്കെ, ഡൺ. ബ്രാൻഡ് നെയിം ഉണ്ടോ? ബ്രാൻഡ് നെയിം ഉണ്ടാവും, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ആ ബ്രാൻഡിന്റെ ഇതില്ല. അപ്പൊ ദിസ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ഹാവ് ബ്രാൻഡ് നെയിം. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ദിസ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ഹാവ് ബ്രാൻഡ് നെയിം. ഇത് ടിക്ക് ചെയ്താൽ മതി, മേളിൽ ടിക്ക് ചെയ്താൽ മതി. അല്ല, വേരിയേഷൻ ഇല്ല, എന്തായാലും വേരിയേഷൻ ഇല്ല. ദിസ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ഹാവ് ബ്രാൻഡ് നെയിം. നമ്മുടെ കയ്യിൽ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ദിസ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ഹാവ് ബ്രാൻഡ് നെയിം. അതേപോലെ ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് ID. രണ്ടും നമ്മുടെ കയ്യിലില്ല. ബ്രാൻഡും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബ്രാൻഡ് രജിസ്ട്രി നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇല്ലേ? രജിസ്റ്റർ ഇന്നലെ ഉണ്ടായിരുന്നോ? അപ്പോ ബ്രാൻഡ് രജിസ്ട്രി നമ്മൾ ഇന്നലെ അല്ല പറഞ്ഞത്. ബ്രാൻഡ് രജിസ്ട്രി നമ്മൾ മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. അതിന് ആമസോണിന്റെ ബ്രാൻഡ് രജിസ്ട്രിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഒരൊറ്റ മിനിറ്റ്, ഒന്ന് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ആമസോൺ ബ്രാൻഡ് രജിസ്ട്രി. ഇവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IPR-ൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. IPR-ൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. സ്വന്തമായിട്ട് ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന എന്തൊക്കെ കൊടുക്കണം? ലോഗോ കൊടുക്കണം, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. സോൾവിറ്റ് എന്ന് പറഞ്ഞ കമ്പനി വെച്ചിട്ട് ചെയ്യാം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കണ്ടില്ലേ?
ഇൻഡിവിജ്വൽസിനും ഉണ്ട്, കമ്പനിക്കും ഉണ്ട്. രണ്ടിനും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെന്റിന്റെ നമ്പർ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റർ ചെയ്യണം. കണ്ടല്ലോ, റിപ്പോർട്ട് വയലേഷൻ ഒന്നും ഇല്ല. നമ്മൾ എൻറോൾ ന്യൂ ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്യും. ഇത് ഞാൻ കാണിച്ചതായിരുന്നു അന്ന്. എൻറോൾ ന്യൂ ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾ ന്യൂ ബ്രാൻഡ് ഐ ഹാവ് എ പെൻഡിങ് ഓർ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ബ്രാൻഡ് നെയിം കൊടുക്കുക. ലോഗോ നമ്മൾ അപ്രൂവ് ചെയ്ത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത ലോഗോ നമ്മൾ കൊടുക്കുക. ഏത് ഓഫീസിലാണോ ചെയ്തത്, ഇന്ത്യ, അപ്പൊ ഇന്ത്യ ടൈപ്പ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. കാറ്റഗറീസ് ടു ഡിസ്ക്രൈബ് യുവർ ബ്രാൻഡ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറി അതിൽ കൊടുക്കുക. 2 or 3 കാറ്റഗറിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഈ എന്താണ് IPR ഇന്ത്യ, ഇതാണ്, ഇവിടെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ബ്രാൻഡ് ആമസോണിൽ പോയിട്ട് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വി ഡോണ്ട് ഹാവ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ കാരണം. ഓക്കെ, ഷെയർ ചെയ്തോളൂ, രജിസ്റ്റർ ഷെയർ ചെയ്തോളൂ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. എല്ലാവരും ചെയ്യണം എന്ന്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യൂ. എല്ലാവരും ഇതിന്റെ കൂടെ കണ്ടോ എത്ര പെട്ടെന്ന് എക്സംഷൻ കിട്ടി. പെട്ടെന്ന് എക്സംഷൻ കിട്ടി. അക്നോളജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി. ഇനി ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്ത് കീവേഡ്സ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ അതിന് എളുപ്പ വഴി ഞാൻ പറഞ്ഞിരുന്നു. ചാറ്റ് GPTയിൽ പോയിട്ട് കീവേഡ്സ് ആദ്യം നമുക്ക് എത്ര കീവേഡ്സ് വേണോ അത്രയും കീവേഡ്സ് നമ്മൾ ചാറ്റ് GPTയിൽ ഉണ്ടാക്കുക. ഇപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെന്ന് അറിയാലോ, ചാറ്റ് GPTയിൽ പോവും. ഓക്കെ, ഇനി എന്താണ് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ടൈപ്പ് ചെയ്യൂ. സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അതെ, അത് കോപ്പി ചെയ്തെടുത്താലും മതി. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ചാറ്റ് GPTയിൽ കൊണ്ടിട്ടിട്ട് പ്രൊവൈഡ് കീവേഡ്സ്. എത്ര കീവേഡ് വേണം? 20 കീവേഡ്സ് എടുത്തോളൂ. 20 കീവേഡ്സ് ഫോർ ദിസ് പ്രോഡക്റ്റ് to be used on Amazon. Description. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഓക്കെ, എൻ്റർ ചെയ്തോളൂ. ഇത് നമ്മൾ ഇന്നലെ ചെയ്തതാ. ഇന്നലെ ഞാൻ തുടങ്ങുമ്പോൾ ചെയ്തതാ. ഇനി താഴത്ത് കൊടുത്തോളൂ ക്രിയേറ്റ്
five എന്താ വന്ന് 5 bullet points and a description A. ഡിസ്ക്രിപ്ഷൻ Using the above keywords to be used on Amazon listing. റെഡി. 5 ബുള്ളറ്റ് പോയിന്റും റെഡിയാണ്, ഒരു ഡിസ്ക്രിപ്ഷൻ റെഡിയാണ്. ഇനി കോപ്പി ചെയ്ത് ഇട്ടാൽ മാത്രം മതി. ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഓർഗനൈസർ സ്റ്റാച്ചു കോളാട്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ഗണേഷ് ജി സ്റ്റാച്ചു എന്നായിരിക്കും. എല്ലാ കീവേഡ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗണേഷ് വാൾ ഹാങ്ങിങ് ഫോർ ഹോപ്പ്, സീക്രട്ട് വാൾ ഓർണമെന്റ്, എല്ലാ കീവേഡ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഓഫ് കീവേഡ്സ്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ, ഈ AI വെച്ചുണ്ടാക്കുന്ന കണ്ടന്റ് ചിലപ്പോ, എല്ലാപ്പോഴും ഇല്ല, ചിലപ്പോ പ്ലേഗറിസം എന്ന് പറഞ്ഞ് പിടിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിനെന്താണ് പരിപാടി? ഇതൊന്ന് കോപ്പി ചെയ്തല്ലോ, ഈ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പാരാഫ്രേസിംഗ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യൂ. പാരാഫ്രേസിംഗ് ടൂൾസ്, ഒരു പുതിയ വിൻഡോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പാരാഫ്രേസിംഗ് ടൂൾസ്, അതില് ക്വിൽ ബോട്ട് എടുക്കുക. അപ്പൊ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാഫ്രേസിംഗ് ആണ്. പാരാഫ്രേസ് ടൂൾ, അതന്നെ ഏറ്റവും മേളിൽ കാണുന്നത് പാരാഫ്രേസ് ടൂൾ. ക്വിൽ ബോട്ടാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്, അത് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പാരാഫ്രേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI കണ്ടന്റ് മാറ്റിയിട്ട് ഹ്യൂമൻ കണ്ടന്റ് ആക്കും. ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ പോലത്തെ കണ്ടന്റ് ആക്കി മാറ്റും. അതിൽ മാറ്റിയ വേർഡുകളൊക്കെ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് നോ ലോങ്ങർ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഗൂഗിളും എന്താണ് ആമസോൺ അങ്ങനെയുള്ള കമ്പനികൾ AI വെച്ചിട്ടുണ്ടാക്കിയ കണ്ടന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഈ പാരാഫ്രേസിംഗ് ടൂൾസ് ഉള്ളത്. ഗ്രാമർലിയുടെ എല്ലാത്തിൻ്റെയും പാരാഫ്രേസിംഗ് ടൂൾസ് ഉണ്ട്. അപ്പോൾ പാരാഫ്രേസിംഗ് ടൂൾസ് വെച്ചിട്ട് നമ്മൾ എഴുതിയ കണ്ടന്റ് മാറ്റി അത് റീഫ്രേസ് ചെയ്ത് എന്താണ് ഹ്യൂമൻ കണ്ടന്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഈ പാരാഫ്രേസിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി അത് ആദ്യത്തെ ടൈപ്പ് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യേണ്ട, രണ്ടാമത്തെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടന്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. കൺട്രോൾ എ അടിച്ചാൽ മതി. ഡിലീറ്റ്, കൺട്രോൾ V. യെസ്. അപ്പൊ ആ പ്രശ്നവും കഴിഞ്ഞു. ബുള്ളറ്റ് പോയിന്റിൽ ആവശ്യമുണ്ടോ? ബുള്ളറ്റ് പോയിന്റ് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ചെയ്യണം എന്നല്ല പറഞ്ഞത്, എല്ലാം ചെയ്യണം എന്നല്ല പറഞ്ഞത്. പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് ഓവർകം ചെയ്യാൻ, ഓരോ പ്രശ്നങ്ങളും ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞാൻ കാണിച്ചു തന്നതാണ്.
സാറേ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും ഈ ബുള്ളറ്റ് പോയിന്റ്സിൽ ഇങ്ങനെ ആ ഒരു അത് വന്നു? ഗ്രാമർലിയിൽ ഗ്രാമർലി എന്താണ് AI ടെസ്റ്റ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുക. ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഗ്രാമർലി ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് മതി, ഒരു പണി കഴിഞ്ഞിട്ട് മതി. ഇനി ഇമേജ് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഇമേജ് ഉണ്ടോ? ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കോപ്പി അടിച്ച് ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഇതിന് മുമ്പേ ആരാ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്? സുഹൈറ. സുഹൈറ ഒരു കാര്യം ചെയ്യൂ. പ്രജീഷ് ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. സുഹൈറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. നമ്മുടെ കയ്യിൽ സുഹൈറയുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല അല്ലേ? അപ്പൊ പ്രജീഷ് തന്നെ ചെയ്യേണ്ടി വരും. അതായിരിക്കും നല്ലത്. പ്രജീഷ് തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ, ഞാൻ കാണിച്ചു തരാം. ഗ്രാമർലിയിൽ പോവുക, മേളിലൊരു വിൻഡോസ് തുറക്കുക, ഗ്രാമർലി AI കണ്ടന്റ് ചെക്കർ. AI കണ്ടന്റ് ചെക്കർ, ഗ്രാമർലി AI അല്ല, AI ഡിറ്റക്ടർ. അത് തന്നെ ഏറ്റവും മുകളിൽ കാണുന്നത്. യെസ്, ക്ലിക്ക് ചെയ്യുക. ചാറ്റ് GPTയിൽ പോവുക. ചാറ്റ് GPTയിൽ നമ്മളൊരു കണ്ടന്റ് എഴുതി വെച്ചിരുന്നുള്ള പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ അത് കോപ്പി ചെയ്യുക. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യണതിന് മുൻപേ ചെക്ക് ചെയ്തിട്ടാണോ? ചെക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കോപ്പി ചെയ്യുക, ഫ്രീ ഡിറ്റക്ടറിൽ പോയിട്ട് Ctrl+V അടിക്കുക, പേസ്റ്റ് ചെയ്യുക, ചെക്ക് ടെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, 50% ഓഫ് ദിസ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് ടു ബി AI ജനറേറ്റഡ്. കറക്റ്റ് ആയിട്ട് പിടിച്ചു. അവര് 50, 60, 70 ഒക്കെ വരാറുണ്ട്. 8%, 8 തൊട്ട് 10% മേളിലാണെങ്കിൽ അവർ അപ്പം തന്നെ പിടിക്കും. എന്നിട്ട് പറയും AI ജനറേറ്റഡ് ആണ്, പ്രശ്നമുണ്ടെന്നുള്ള കാണിച്ചു തരും. വളരെ കൃത്യമായിട്ട് കാണിച്ചു തരും. ഗ്രാമർലി ആണ് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ക്യാരക്ടർ വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ടൂൾസിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. 100, 200, 300 ക്യാരക്ടറൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാമർലിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ 10,000 ക്യാരക്ടർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് AI ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമർലി എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഗ്രാമർലി ഉപയോഗിക്കുക. AI കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കോപ്പി ചെയ്തിട്ട് ക്വിൽബോട്ടിൽ പോവുക. ക്വിൽബോട്ടിൽ പോയിട്ട് അത് പാരാഫ്രൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മനസ്സിലായല്ലോ. ഗ്രാമർലി എന്നുള്ളതിലാണോ? ഗ്രാമർലി ഞാനൊക്കെ ഗ്രാമർലി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ലാപ്ടോപ്പിനകത്ത്. വേർഡിനും ഏതൊക്കെ ടൈപ്പ് ചെയ്യുന്നു അതിനകത്തൊക്കെ അവരത് കണ്ടുപിടിച്ച് തന്നോളും. പിന്നെ ഗ്രാമർലി അതിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഗ്രാമർലി ഗ്രാമർ ചെക്ക് ചെയ്യാൻ, സ്പെല്ലിങ് ചെക്ക് ചെയ്യാം, എഴുതിയിരിക്കുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ഗ്രാമർലി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഗ്രാമർലി എന്ന് പറഞ്ഞാൽ ടൂള് തന്നെ വളരെ നല്ല ടൂളാണ്. അപ്പോ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. AI കണ്ടന്റ് ആണെങ്കിൽ ചെക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ SEO ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പൊ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഓക്കെ, ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇത് ഇമേജ് അപ്ലോഡ് ചെയ്തോളൂ. മെയിൻ ഇമേജിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മെയിൻ ഇമേജിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ എടുത്തിരിക്കുന്നത്? വെരി ഗുഡ്. അല്ല, മെയിൻ ഇമേജിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് മെയിനിൽ അപ്ലോഡ് ചെയ്യുക. അത് ഒന്നും ചെയ്യണ്ട, ലെഫ്റ്റ് ആരോ അടിച്ചാൽ മതി. ഒരു മിനിറ്റ്. ചെയ്തോളൂ.
ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ അടിച്ചാൽ മതി, എന്നാലും നമുക്ക് കിട്ടും. കണ്ടില്ലേ താഴത്ത്? അപ്പൊ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവും. ഓക്കെ, അപ്പൊ അടുത്തത് നെക്സ്റ്റ് താഴത്ത് പോവാ, ഇതാണോ? സബ്മിറ്റ് ചെയ്യാം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് മുകളിലോട്ട് പോകും. റിക്വയർഡ് ഫീൽഡ്സ് എല്ലാം ആയി. ഇനിയുള്ളത് ഓഫർ ആണ്. ഓഫർ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അങ്ങനെ ഇരിക്കട്ടെ. ഓഫറിൽ പോകും, ഏറ്റവും മേളിലെ ഓഫറിൽ. പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൽ എന്താ റെഡ് കാണിക്കുന്നത്? ആ റെഡ് എന്ന് നോക്കട്ടെ, എന്താ റെഡ് എന്ന്. ആ നമ്പർ ഓഫ് ഐറ്റംസ് 1. ഐറ്റം ടൈപ്പ് നെയിം വാൾ ആർട്ട്. ഇത് റെക്കമെൻഡഡ് ഇട്ടതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഫീൽഡ്സ് ഒക്കെ വന്നത്. റിക്വയർഡ് മാത്രമായിരുന്നെങ്കിൽ ഈ ഫീൽഡ്സ് ഒന്നും വരില്ലായിരുന്നു. എനിവേ നമുക്ക് പോവാം. കളർ ഗോൾഡ്, സൈസ് മീഡിയം, ഐറ്റം ഷേപ്പ് ഏറ്റവും ഒന്നും കൂടെ താഴത്തോട്ട് പോട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല അല്ലേ, ഇല്ല. അപ്പോൾ അതൊന്നും എന്തെങ്കിലും സെർച്ച് ചെയ്യാതെ പറ്റില്ല. റെക്ടാങ്കുലർ സെർച്ച് ചെയ്തോളൂ, എന്തായാലും പോട്ടെ. തീം താഴത്തോട്ട് പോട്ടെ. നിങ്ങളുടെ സ്ക്രോൾ ചെയ്യൂ. പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തോളൂ. ഒരു പ്രെയർ പോലത്തെ ഒരു സാധനമല്ലേ, മതി. ഇനി എന്താ ഉള്ളത്? മാനുഫാക്ചർ കോൺടാക്ട് ഇൻഫർമേഷൻ, അഡ്രസ്സ് കൊടുക്കണം. എന്ത് കൊടുക്കാൻ പറ്റും? അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഓക്കെ, മതി. ഒരു ട്രയലിന് വേണ്ടിയല്ലേ. ഓറിയന്റേഷൻ ഫോർവേഡ് ഫേസിങ് തന്നെയാണ്. ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ? പോർട്രേറ്റ്. യൂണിറ്റ് കൗണ്ട് 1. താത്തോട്ട് പോട്ടെ. ഇനി എന്താ ഉള്ളത്? ഇത് നന്നായി. ഇത് ചെയ്തത് വളരെ 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 നന്നായി. ഓക്കെ, ഒരു പുതിയ കാര്യം കൂടെ പഠിക്കാൻ പറ്റി. HSN കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് HSN കോഡ് ഫോർ വാൾ ആർട്ട് എന്ന് ടൈപ്പ് ചെയ്യും. ഒരു പുതിയ HSN കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പ്രോഡക്റ്റിനും വേൾഡ് വൈഡ്, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് HSN കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പ്രോഡക്റ്റിനാണെങ്കിലും ഒരു HSN കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യുണീക്ക് കോഡാണ് HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ യുണീക്ക് കോഡ് നമ്മൾ കൊടുത്തിരിക്കണം. അതിപ്പോ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിനാണ് പറഞ്ഞത്. നമ്മൾ പോയിട്ട് ഒരു മിനിറ്റ്, അയ്യോ എവിടെ പോയി? ഒരു പുതിയ വിൻഡോ എടുത്തിട്ട് HSN കോഡ് ഫോർ വാൾ ആർട്ട് എന്ന് ടൈപ്പ് ചെയ്യും. HSN കോഡ് ഫോർ വാൾ ആർട്ട്. യെസ്, 9701. എല്ലാത്തിനും ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ഉണ്ട്. 9701. എന്ത് പറ്റി പോയി? ടൈപ്പ് ആവുന്നില്ലല്ലോ. HSN കോഡ് ക്ലിക്ക് ചെയ്യൂ. എക്സ്റ്റേണൽ പ്രോഡക്റ്റ് ഇൻഫർമേഷനിൽ 9701 അടിച്ചാൽ മതി. യെസ്, താത്തോട്ട് പോരട്ടെ. ഇമ്പോർട്ടഡ് ആണോ? ഇമ്പോർട്ടഡ് അല്ല. അപ്പൊ ആ മുകളിലുള്ള അഡ്രസ്സ് അതേപോലെ കോപ്പി ചെയ്ത് താഴത്ത് ഇട്ടാൽ മതി. പാക്കറിൽ രണ്ടിലും അതേപോലെ കോപ്പി ചെയ്ത് രണ്ടിടത്തും ഇട്ടാൽ മതി. ഹാർമനൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഏതാണ്?
ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ഒന്നും ആവശ്യമില്ല നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ, സാധാരണ ലിസ്റ്റ് ചെയ്യുമ്പോൾ. ഇതിപ്പോ റെക്കമെൻഡഡ് ലിസ്റ്റിംഗ് എടുത്തുകൊണ്ടാണ് എല്ലാ ഇത്രയധികം ഫീൽഡ്സ് വന്നത്. ഇനി കുഴപ്പമുണ്ടായിട്ടല്ല. മാറ്റം വരുത്താനും പറ്റൂല. വേണ്ട മാറ്റം വരുത്തണ്ട. നമ്മൾ ഇങ്ങനെ HSN കോഡ് പോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക്. താത്ത് പോട്ടെ. ഐറ്റം ലെങ്ത്, നമ്മുടെ കയ്യിൽ ലെങ്ത് എല്ലാം എടുത്തു വെക്കണമായിരുന്നു. അത് കോപ്പി ചെയ്ത് എടുത്തു വെക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂ ഇപ്പൊ തൽക്കാലം. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. എക്സലന്റ്. 20.5 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ്, വിഡ്ത്ത് 19 സെന്റിമീറ്റർ. ഏകദേശം ഒരു സ്ക്വയർ ആണ്. നമ്മൾ മുകളിൽ റെക്ടാംഗിൾ എന്ന് അടിച്ചതിന് പകരം സ്ക്വയർ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ? കുഴപ്പമില്ല. സെന്റിമീറ്റർ CM അല്ല, താഴത്തെ സെന്റിമീറ്റർ. താഴത്ത് അവിടെ കൊടുക്കണ്ട. അവിടെ 22.5 തന്നെ. അവിടെ സെന്റിമീറ്റർ. വിഡ്ത്ത് 19 ആയിരുന്നില്ലേ സെന്റിമീറ്റേഴ്സ്. കംപ്ലീറ്റ് ആയി. ഇനി മുകളിൽ പോയിട്ട് ഓഫർ ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താ? പേര് വേണം മാനുഫാക്ചറിന്റെ. മതി. ഇനി ഓഫറിൽ പോവും. പ്രൈസ് കൊടുക്കണം അവിടെ. ക്വാണ്ടിറ്റി 1, പ്രൈസ്. അവര് വിൽക്കുന്ന എത്രയൊക്കെയാ വിൽക്കുന്നവര്? 359 349. അപ്പൊ നമ്മൾ ഒരു 10 രൂപ കുറച്ച് വെക്കാം. യുവർ പ്രൈസ് 339 അല്ലെങ്കിൽ 340. ഓക്കെ, ശരി. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 349. അപ്പൊ 10 രൂപ ഡിസ്കൗണ്ട് കാണും. ഐറ്റം കണ്ടീഷൻ ന്യൂ. ഫുൾഫിൽമെന്റ് ചാനൽ നമ്മൾ FBA രജിസ്റ്റർ ചെയ്തിട്ടില്ല. FBA രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ആക്റ്റീവായി കിട്ടിയാണ്. ആമസോൺ വിൽ ഷിപ്പ് എന്നുള്ളത് ആക്റ്റീവായി കിട്ടിയാണ്. അപ്പൊ നമ്മൾ FBA രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഫുൾഫിൽമെന്റ് വിൽ ബി ഡൺ ബൈ സെൽഫ് ഷിപ്പ്. അപ്പൊ മുകളിലത്തെ മാത്രം ടെക്കിയതാ മതി. ബസ്. ഓക്കെ, ഡൺ. സബ്മിറ്റ്. കംപ്ലീറ്റ് ആയി. ഇല്ല, ഒരു മിനിറ്റ്. സേഫ്റ്റി കംപ്ലയൻസിൽ എന്തോ റെഡ് കാണുന്നുണ്ട്. ഐറ്റം വെയിറ്റ് ചോദിക്കുന്നത്. ഇന്ത്യ. ഐറ്റം വെയിറ്റ് എന്താണ്? 500 grams എന്ന് അടിച്ചാൽ മതി. വെയിറ്റ് എടുത്തിട്ടില്ലെങ്കിൽ. ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിലുണ്ടാവും ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ. ഇത് നല്ല പ്രോഡക്റ്റ് ആട്ടോ. വെയിറ്റ് കൊടുത്തിട്ടുണ്ടോ? ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ 500 grams അടിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം 500 grams അടിക്കും. 500 മതി. ഗ്രാംസ് വേണ്ട. ഗ്രാംസ് താഴത്ത് കൊടുത്താൽ മതി. യെസ്. അപ്പൊ ലിസ്റ്റിംഗ് കംപ്ലീറ്റ്. ഓക്കെ. എന്താണ്? പ്രോഡക്റ്റ് ID നമ്മൾ കൊടുത്തതായിരുന്നല്ലോ. ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ അപ്രൂവൽ ഒക്കെ കിട്ടിയതാണല്ലോ. പിന്നെന്താ? അതെന്താ പ്രശ്നം പറ്റിയത്? നമ്മുടെ അപ്രൂവൽ കിട്ടിയതില്ല. കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നതല്ലേ. പിന്നെന്താ പ്രശ്നം വന്നത്?
അപ്ലൈ നൗ കൊടുക്കൂ GTN എക്സംഷൻ. ഇത് സമയമെടുക്കും. ഇത് GTN എക്സംഷൻ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. നമുക്കൊരു അപ്രൂവൽ കിട്ടിയതല്ലേ നേരത്തെ, പ്രോഡക്റ്റ് ID ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിയതാണല്ലോ. പിന്നെ ഈ സമയത്ത് വീണ്ടും വന്ന് ചോദിക്കുന്നത് ആമസോണിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. റിമൈൻഡ് മീ ലേറ്റർ ആഫ്റ്റർ ആൻ അവർ കൊടുത്തോളൂ. ഇത് വേണ്ട, ക്ലോസ് ചെയ്താലും മതി വിൻഡോ. GTN എക്സംഷൻ സമയമെടുക്കും. GTN എക്സംഷൻ അത് മാനുവലി അപ്രൂവൽ കിട്ടണം. അപ്പോൾ അത് ഇപ്പോഴൊന്നും നടക്കില്ല. നമ്മൾ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് വന്ന് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ നടക്കുള്ളൂ. അപ്പോൾ ഇപ്പം പറ്റില്ല. അത് GTN എക്സംഷൻ ഇപ്പം പെട്ടെന്നൊന്നും നടക്കില്ല. എനിവേ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അത് ഒരു ലാസ്റ്റ് ആ GTN എക്സംഷനിൽ വന്ന് നിന്നു, പെട്ടുപോയി. ബാക്കിയെല്ലാം ചെയ്തു. അപ്പോൾ ഓക്കെ, അപ്ലിക്കേഷൻ ഇസ് അപ്രൂവ്ഡ് എന്നാണല്ലോ കാണിക്കുന്നത്. പിന്നെന്താ? അതാ ഞാൻ പറഞ്ഞ അപ്രൂവൽ വന്നതാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലായില്ല. നമുക്ക് ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ വന്നതാണ്, പ്രോഡക്റ്റ് ID എക്സംഷൻ ഇസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയും കാണിക്കുന്നുണ്ട് യുവർ സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഇസ് അപ്രൂവ്ഡ്. ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ, സബ്മിറ്റ് ചെയ്ത് നോക്കൂ. ഒന്നും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കൂ ആമസോണിൽ ഇതിൽ പോയിട്ട്. ശരി, പറ്റുന്നില്ല. മാനുവൽ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പൊ നാളെ നടക്കുള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്തു, മാക്സിമം ചെയ്തു. GTN എക്സംഷനിൽ വന്ന് പെട്ടുപോയി. പക്ഷെ GTN എക്സംഷനും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും പിന്നെ അവർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണോ? ഒരു FB രജിസ്ട്രേഷൻ പറഞ്ഞില്ലേ, FB രജിസ്ട്രേഷൻ വേറെ പോകും, വേറൊരു വിൻഡോസ് ഓപ്പൺ ചെയ്യും. അത് തന്നെ, ഒരു വിൻഡോ ഓപ്പൺ ചെയ്യൂ. ആമസോൺ FBA രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാൻ മതി. അതും പെട്ടെന്ന് നടക്കുന്നില്ല. അതൊക്കെ ഒരാഴ്ച എടുക്കുന്ന പരിപാടിയാണ്. FBA, യെസ്. ഫീസ് ഒന്നുമില്ല. നമ്മള് സാധനങ്ങൾ കൊണ്ട് വെക്കുമ്പോ ഫീസ് ഉണ്ടാവും, അല്ലാതെ രജിസ്ട്രേഷന് ഫീസ് ഒന്നുമില്ല. ജോയിൻ FBA. ട്രൈ ഫുൾഫിൽമെന്റ് ബൈ ആമസോൺ. ഇതൊരു വലിയ പ്രോസസ്സാണ്, ചെറിയ പ്രോസസ് അല്ല. ടാക്സ് വേണ്ടി വരും. ടാക്സ് ഇല്ല നമ്മുടെ കയ്യില്. GST ഇല്ലല്ലോ. GST ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. GST ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, ഇൻഡിവിജ്വൽസിന് പറ്റില്ല. അപ്പൊ ഇനി ആരാ ഉള്ളത് ചെയ്യാൻ? സുഹേറയുടെ സുഹേറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. എവിടെ ഏത് സ്ഥലത്താണ് ഇരിക്കണത് നോക്കട്ടെ നമുക്കൊന്ന്. എനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. രജിസ്ട്രേഷന്റെ ഫോം ഇപ്പൊ ഓപ്പൺ ആണോ സുഹേറ? ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്തിട്ടില്ല. ഓക്കെ, റിൻഷ് ചെയ്തതാണോ? റിൻഷിന്റെ ഒന്ന് നോക്കട്ടെ. എനിക്ക് കേൾക്കുന്നില്ല, ഭയങ്കര ഫീബിൾ ആയിട്ട് കേൾക്കുന്നു. പ്രജീഷ് കുറച്ച് ഓർക്കെ പറഞ്ഞേ. ഇല്ല, ഞാൻ വേറെ പറഞ്ഞ. സാർ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് ഐഡിയിൽ ക്ലിക്ക് ചെയ്യൂ. ഇനി ആ GTN ഇതിൽ ഇവിടെയും പ്രശ്നം വരുന്നുണ്ടോ നോക്കട്ടെ. ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് ഐഡിയിൽ ക്ലിക്ക് ചെയ്യൂ. എവിടെ പോയി? ഇതാരാ ഇപ്പൊ ഷെയർ ചെയ്യുന്നേ? സുഹൈറ. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണല്ലോ നമ്മള്. അതൊക്കെ പോയോ? ഇത് ഫുൾ ചെയ്തിട്ടില്ലേ? ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഞാൻ നമ്മള് ഇതില് വന്ന് നിൽക്കുകയായിരുന്നു, ഡിസ്ക്രിപ്ഷനിലും ബുള്ളറ്റ് പോയിന്റ്സിലും വന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ പേര് കൊടുത്തോളൂ. എല്ലാം കൂടെ ഒന്നും കൂടെ ചെയ്യാം നമുക്ക്.
ഓക്കെ. എന്തായിരുന്നു പ്രോഡക്റ്റ്? അത് മറന്നുപോയി. ഞാന് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സാറേ. ഓക്കെ, എന്താ പ്രോഡക്റ്റ് ഇപ്പൊ? ഞാനിപ്പോ ഇതാണ് സെലക്ട് ചെയ്തത്. ഇത് വെരി ഗുഡ്. പ്രൈസ് ഉണ്ട്. ആ ഒരു സാർ, 300-400 രൂപ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെ, നേരത്തെ ഞാൻ സെലക്ട് ചെയ്തതില് പ്രൈസ് കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇത് ഞാനൊന്ന് നല്ല പ്രോഡക്റ്റാ. അത് 1795 ഉണ്ട്. ഒരു 400 രൂപയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 300 രൂപ എന്തായാലും. ഇത് കോപ്പി ചെയ്തിട്ടേ ആ പ്രോഡക്റ്റിന്റെ ഹെഡ് മാത്രം കോപ്പി ചെയ്തേ. അലിബാബയിൽ പോയേ. സോഴ്സ് ചെയ്യുമ്പോ എത്ര പൈസക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് കൺട്രോൾ പി അടിച്ച വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? കൺട്രോൾ വി അടിച്ചാൽ മതി. സെർച്ച് 92 പോയിന്റ്. ഒരു മിനിറ്റ്, ഒന്ന് താഴത്തോട്ട് വരണം. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യണം. ആദ്യത്തെ പ്രോഡക്റ്റ് കറക്റ്റ് അല്ല, രണ്ടാമത്തെ പ്രോഡക്റ്റും കറക്റ്റ് അല്ല, മൂന്നാമത്തെ പ്രോഡക്റ്റും കറക്റ്റ് അല്ല. ഒരു മിനിറ്റ്, നാലാമത്തെ നോക്കട്ടെ. അല്ല, കറക്റ്റ് അല്ല. സെയിം പ്രോഡക്റ്റ് കിട്ടുന്നില്ല അല്ലേ? ഷെൽഫ് ഫ്ലോർ ലാമ്പ് നോക്കിക്കേ, 17.80. ഇതല്ലേ സാറേ? അത് തന്നെ. അതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത്. ഇതാണ് അതുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് 17.80 എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? 17.80 into 85. അയ്യോ, നടക്കില്ല. 1513 rupees മുതലാവില്ല. ആമസോണിന് കൊടുക്കേണ്ട പൈസയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. നമുക്കൊരു $10 താഴത്തുള്ള പ്രോഡക്റ്റ് കിട്ടിയാലേ ഇവിടെ കാര്യമുള്ളൂ. ഉണ്ടല്ലോ 23 കാണുന്നുണ്ടല്ലോ. ഇല്ല, 17.80 തന്നെ കൂടുതലാ. 1700 വരുന്നുണ്ട്. അത് കാര്യമില്ല. അപ്പൊ നമുക്കൊരു $10 താഴത്തുള്ള പ്രോഡക്റ്റ് കിട്ടിയാലേ കാര്യമുള്ളൂ. അതും ഏകദേശം സെയിം ആയിട്ട് കിട്ടേണ്ട പ്രോഡക്റ്റ് വേണം. ഇല്ല, അപ്പൊ ആ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ പ്രശ്നമാണ്. ഒരു കാര്യം ചോദിച്ചു, അലി എക്സ്പ്രസിൽ ടൈപ്പ് ചെയ്യുക. അലി എക്സ്പ്രസ്. ഇതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഇതൊക്കെയാണ്. ഒന്ന് GTN എക്സംഷൻ, രണ്ടാമത് പ്രോഡക്റ്റ് സോഴ്സിങ്ങിന്റെ പ്രശ്നം, എന്തുപറ്റി? ഇല്ല, ലോഡ് ആവുന്നില്ല. എനിവേ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അത് നമ്മൾ ചെയ്യണമല്ലോ. എനിവേ, തിരിച്ചു പോയി നമ്മൾ രജിസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യാം. താഴത്ത് ഐറ്റം നെയിം പറഞ്ഞു, കോപ്പി ചെയ്തിട്ട് അതേപോലെ കോപ്പി ചെയ്ത് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന്. അപ്പൊ എന്ത് ചേഞ്ചാണ് വരുത്താൻ പോകുന്നത്? 3 shelves ക്രോസ് കട്ട് ഫർണിച്ചർ എന്നാക്കൂ. 3 shelves ക്രോസ് കട്ട് ഫർണിച്ചർ. ഈ LED ബൾബ് ഇൻക്ലൂഡ് അത് ഒഴിവാക്കാം അല്ലേ? അത് ഒഴിവാക്കണ്ട. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ഒഴിവാക്കണ്ട. അതങ്ങനെ ഇരുന്നോട്ടെ. 3 shelves കോപ്പി ചെയ്ത് കട്ട് ചെയ്തിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക.
എന്നിട്ട് അത് ക്രോസ് കട്ടിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അവിടെ ക്രോസ് കട്ടിന്റെ മുമ്പിലേക്ക് ഇടുക. യെസ്, ഇപ്പൊ കറക്റ്റായി. ലാമ്പ് കറക്റ്റ് ആണ്, കൺഫേം. താത്തുപോട്ടെ. ബ്രാൻഡ് നെയിം ഇല്ല, അപ്പൊ ദീസ് ബ്രാൻഡ് ഡസ് നോട്ട് ഹാവ് ബ്രാൻഡ് നെയിം. I don't have product ID. Next. അക്നോളജ് ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു അക്നോളജ് നമ്മൾ അവിടെ പ്രജീഷിനെ ചെയ്തില്ല, അതുകൊണ്ടാണ് ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. UPC കോഡിന്റെ എക്സാം ഇതിന് വന്നത്. ഇവിടെയാണ് നമ്മൾ അന്ന് സൊഹേറയുടെ ഇവിടെ വരെ എത്തിയിരുന്നു. ഇനി കീവേഡ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ആ ഹെഡ്ലൈൻ എടുക്കുക, ChatGPT പോവുക. നമ്മൾ ഞാൻ ഇപ്പൊ പ്രജീഷിന്റെ ചെയ്ത അതേ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ. വെരി ഗുഡ്, ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചു. വെരി ഗുഡ്, എക്സലന്റ്. ഇത് ഫുള്ള് കോപ്പി ചെയ്യല്ലേ നിങ്ങൾ? ഇത് ഫുള്ള് കോപ്പി ചെയ്യല്ല, ഓരോരോ പോയിന്റ് ആയിട്ട് അതെ. ഇതിൽ ആഡ് ചെയ്യണം. Okay. ഡിസ്ക്രിപ്ഷൻ എവിടെ പോയി? ഡിസ്ക്രിപ്ഷനും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഡിസ്ക്രിപ്ഷൻ ഞാൻ ബുള്ളറ്റ് പോയിന്റ് 5 ബുള്ളറ്റ് പോയിന്റ് കോപ്പി ചെയ്തു, ഒരു ഡിസ്ക്രിപ്ഷനും വേണം. ക്രിയേറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. പക്ഷെ കീവേഡ്സ് എവിടെ? ആദ്യം കീവേഡ്സ് കണ്ടുപിടിക്കണ്ടേ? ആദ്യം കീവേഡ്സ് കണ്ടുപിടിക്കും. 20 ടോപ്പ് കീവേഡ്സ് ഫോർ ദ പ്രോഡക്റ്റ്. ക്രിയേറ്റ് 20 ടോപ്പ് കീവേഡ്സ് ഫോർ ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന്റെ കട്ട് പേസ്റ്റ് കോപ്പി ചെയ്യുക. 50 കീവേഡ് എത്രയാണ്? വളരെ കൂടുതലാണ്. ആമസോണിന് 50യുടെ ആവശ്യമില്ല, ഓക്കെ. 20 മതിയാവും. ഗൂഗിളിലാണെങ്കിൽ 50, 100 ആയാലും കുഴപ്പമില്ല, കാരണം അത്രയും കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫോർ ദ പ്രോഡക്റ്റ് റിൻഷ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ റിൻഷ്? യെസ്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞോ? എല്ലാം ഫിനിഷ് ആയിട്ടില്ല. ലിസ്റ്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. അത് സേവ് ഡ്രാഫ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സാർ ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? അതെ. പ്രോഡക്റ്റ് ഫോർ ദ പ്രോഡക്റ്റ് യൂസ്ഡ്, ഫോർ ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ പേര് കൊടുക്കും. പ്രോഡക്റ്റ് വേണം, പ്രോഡക്റ്റ് ഇരിക്കട്ടെ. ഫോർ ദ പ്രോഡക്റ്റ്, അത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യും. ക്രോസ് കട്ട് തൊട്ട് വേണേ. ഫർണിച്ചർ മെറ്റൽ എല്ലാം ക്രോസ് കട്ട് തൊട്ട് വേണം. Ctrl+C, Ctrl+V. യെസ്, എൻ്റർ. വെരി ഗുഡ്. ഇനി ക്രിയേറ്റ് ഡിസ്ക്രിപ്ഷൻ. ക്രിയേറ്റ് 5 ബുള്ളറ്റ് പോയിന്റ്സ്. ഡിസ്ക്രിപ്ഷനും വേണം, ബുള്ളറ്റ് പോയിന്റ്സും വേണം. ബുള്ളറ്റ് പോയിന്റ്സ് കീവേഡ് വെച്ചല്ലല്ലോ നേരത്തെ ഉണ്ടാക്കിയത്. Using these keywords, to be used on Amazon. അത് പ്രത്യേകം പറയണം, കാരണം ഓരോന്നിനും ഓരോ കീവേഡ്സിന്റെ ഇതുണ്ട്. മതി, ആമസോൺ കൊടുത്താൽ മതി. Here is compelling Amazon product description and 5 bullet points. വന്നു.
പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്തുണ്ടോ? നമ്മൾ ചോദിക്കാതെ തന്നെ അതിന്റെ പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്തു. അത് നോക്കട്ടെ, ഒരു മിനിറ്റ്. പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ നോക്കട്ടെ, അതിനകത്ത് കീവേഡ്സ് ഉണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഇതാണ് ChatGPT ഗുണം. നമ്മൾ ചോദിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള അഡീഷണൽ കാര്യങ്ങൾ ചെയ്തു തരും. അതിനകത്ത് കീവേഡ്സ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വേണമെങ്കിൽ അവിടെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് ഇടാൻ വേണമെങ്കിൽ പ്രോഡക്റ്റിന്റെ പേര്. കാരണം അതിനകത്ത് കീവേഡ്സ് ഉള്ളതുകൊണ്ട് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ. വേണമെങ്കിൽ അത് കോപ്പി ചെയ്തിട്ടോളൂ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം ചെയ്ത് തന്നെ ചെയ്യണമെന്ന്. അല്ലാതെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ആണ് പുതിയ കാര്യങ്ങൾ എന്താണ് വരുന്നത്. താഴത്ത് ബാക്ക് അടിക്കും. താഴത്ത് പോയിട്ട് ബാക്ക് അടിക്കും. ഇവിടെ ഒന്നും അല്ല, താഴത്ത്. ഒന്നും കൂടെ താഴത്ത് പോവാം. സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുക്കും. ഇത്രയും ഉള്ളത് പോവാ, ഇല്ലെങ്കിൽ പോവും. ഏറ്റവും മുകളിൽ പോട്ടെ, പ്രോഡക്റ്റ് ഐഡന്റിറ്റിയിൽ പോട്ടെ. മേളില് പ്രോഡക്റ്റ് ഐഡന്റിറ്റി ഡിസ്ക്രിപ്ഷന്റെ മേലെ. അത് തന്നെ. ഇവിടെ കോപ്പി ചെയ്തിട്ടു. ഐറ്റം നെയിമാണ് കൊടുക്കേണ്ടത്. പേര് ടൈറ്റിൽ അല്ലേ തന്നത് അവര്. അതെ. അപ്പൊ അത് തന്നെ കോപ്പി ചെയ്തിട്ടാ മതി. കീവേഡ് വെച്ചുള്ള പേരാ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിലും ബുള്ളറ്റ് പോയിന്റും കിട്ടിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യൂ. സബ്മിറ്റ് ചെയ്യണ്ട ഇപ്പൊ തന്നെ. ഡിസ്ക്രിപ്ഷൻ അവിടുന്ന് കോപ്പി ചെയ്തിടാം. ബുള്ളറ്റ് പോയിന്റ്സ് ഇമേജസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എവിടെന്നെങ്കിലും? ഇല്ല സാർ, അത് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ഇമേജ് ഈ ആമസോണിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരു ഇമേജ് ഇല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. ഒരു ഇമേജ് എങ്കിലും ആഡ് ചെയ്യണം. അതൊക്കെ കോപ്പി ചെയ്തിട്ടുള്ളൂ അങ്ങോട്ട്. ഓരോ പോയിന്റ്സ് ആയിട്ടല്ലേ സാറേ? അതെ ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നെ ഇടണം. Add more. നമ്മളിപ്പോ ശരിക്കും ആണെങ്കിൽ ആമസോണിനെ എഴുതി തന്നെ പ്രജീഷിന്റെ കാര്യത്തില്. കാരണം നമുക്ക് അപ്രൂവൽ കിട്ടിയതാണ്, പിന്നെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോ കസ്റ്റമർ സർവീസിൽ എഴുതി ചോദിച്ചതന്നെ. ഇപ്പൊ എന്തായാലും ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എഴുതി ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ സാധാരണയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എഴുതി തന്നെ ആമസോണിൽ. കാരണം നമുക്ക് UPC എക്സെപ്ഷൻ കിട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവര് കാണിക്കുന്നുണ്ട് അതിനകത്ത് എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ അപ്രൂവ്ഡ് എന്താണ് യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് GTN എക്സെപ്ഷൻ ചോദിക്കുന്നതെന്ന് അറിയില്ല. അവര് വളരെ ഹെൽപ്ഫുൾ ആണ്. ആമസോണിന്റെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ സെല്ലർ സെൻട്രലിന്റെ കസ്റ്റമർ സർവീസ് ടീം
എല്ലാ പുതിയ സെല്ലേഴ്സിനെയും വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. ഫോണാണെങ്കിലും ശരി, ഫോണിനേക്കാളും കൂടുതൽ ചാറ്റ് ചെയ്യുമ്പോഴും ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ വരും. വൈകുന്നേരം ഈ സമയത്തൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് പോവും. ആമസോണിൽ ആ പ്രോഡക്റ്റിലേക്ക് പോവും. അതന്നെ അതന്നെ അതന്നെ. ഇമേജിന്റെ അവിടെ പോയിട്ട് കൺട്രോൾ ചെയ്യാം. ഏതെങ്കിലും ഇത് പറ്റില്ല, കാരണം ഇത് മെയിൻ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കളർ ആവാൻ പറ്റില്ല. അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം. ഏറ്റവും താഴത്തുള്ളത് 5th ഇമേജ്. ഇതല്ലല്ലോ നേരത്തെ കണ്ടത്, ഇതല്ലായിരുന്നു, ഇതായിരുന്നില്ലല്ലോ. യെസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യൂ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യൂ, സേവ്, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. സേവ് ഇമേജസ്. സിംഗിൾ ഒരു ഇമേജ് ഒരു മതിയോ? ഇമേജ് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ. യെസ്, ഓക്കെ. സബ്മിറ്റ് ചെയ്യും. വേണ്ട, സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് മുകളിലോട്ട് പോട്ടെ. സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുത്തോളൂ. അതുകൊണ്ട് എന്തെങ്കിലും കയ്യിൽ തെറ്റിയാലും നമ്മൾ ഡ്രാഫ്റ്റ് അവിടെ തന്നെ ഇരുന്നോളൂല്ലോ. പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൽ ഇനി ഈ പറയുന്ന എല്ലാ ഡീറ്റെയിലും കൊടുക്കണം. റെക്കമെൻഡഡ് ആണല്ലോ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത്. മോഡൽ നമ്പർ ഇല്ല, അപ്പം നമുക്ക് തൽക്കാലം വരുന്ന മോഡൽ നമ്പർ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഇല്ല, മോഡൽ നമ്പർ കിട്ടില്ല അതിനകത്തുനിന്ന്. നമ്മൾ തന്നെ ഉണ്ടാക്കണം, ഓക്കെ. കാരണം നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ. യെസ്. സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മള്? എന്തെങ്കിലും എന്താണ് AMZ ആമസോൺ AMZ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി. യെസ്, മാനുഫാക്ചറർ അങ്ങോട്ട് തിരിച്ചു പോട്ടെ. അവിടെ ആരാ മാനുഫാക്ചറർ നോക്കാം. മുകളിലുണ്ടാവും. ക്രോസ് കട്ട് ഫർണിച്ചർ. ക്രോസ് കട്ട് ഫർണിച്ചർ സ്റ്റോർ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പേരിൽ വിൽക്കണം. നമ്മുടെ പേരിൽ വിറ്റാലേ നമുക്ക് ഗുണമുള്ളൂ. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, നമ്മൾ അതൊന്നും കൊടുക്കണ്ട. കമ്പൽസറി ഫീൽഡ്സ് മാത്രം കൊടുത്താൽ മതി. നമ്പർ ഓഫ് ഐറ്റംസ് 1. കൊടുക്കാല്ലേ? ഇല്ല, നമ്പർ ഓഫ് ഐറ്റം ഒന്നല്ലേ ഉള്ളൂ. ഒരു പാക്കറ്റിനകത്ത് ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ. 1 കൊടുത്താൽ മതി. ഓക്കെ. ഐറ്റം ടൈപ്പ് ഡിക്കോർ ഷെൽഫ് ലാമ്പ്. ലാമ്പല്ല. ഓക്കെ. ഷെൽഫ് SHELF ലാമ്പ്. PPP. യെസ്. കളർ എന്തായിരുന്നു? ബ്ലാക്ക് ആയിരുന്നോ? ബ്ലാക്ക് ആൻഡ് യെല്ലോ അല്ലേ? മേലത്തെ യെല്ലോ ആണോ? ഒരു ഫർണിച്ചർ കളറാണ്, വുഡൻ കളറാണ്. വുഡൻ കളറാ. അപ്പൊ ബ്ലാക്ക് ആൻഡ് വുഡൻ.
സൈസ് വലിയ സൈസ് ആണ്. വേറെ ഓപ്ഷൻ ഇല്ല ലാർജ് ഒന്ന്. ലാർജ് ആണ് കണ്ടറിയാം, അത് സ്മോൾ അല്ലല്ലോ. ലാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടില്ല, മിനി സ്മോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്നേ, കാരണം ഇപ്പോഴും റെഡ് ആയിട്ട് കിടക്കുക. ഇപ്പൊ ശരിയായി. ഓക്കെ ഓക്കെ. പാർട്ട് നമ്പർ അത് എന്തെങ്കിലും AMS എന്തെങ്കിലും നമ്പർ കൊടുത്താൽ മതി. മാനുഫാക്ചർ കോൺടാക്ട് ഇൻഫർമേഷൻ നമ്മുടെ ഇത് കൊടുക്കണം, എന്താണ് അഡ്രസ്സ് കൊടുക്കണം. നമ്മളല്ലേ സെല് ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ തന്നെ സെല് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ചൈനയിൽ നിന്ന് മേടിക്കായിരുന്നെങ്കിൽ അവരുടെ അഡ്രസ്സ് കൊടുത്താലും മതിയായിരുന്നു. ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നമ്മള് ലാമ്പ് ടൈപ്പ് ഡെസ്ക് ലാമ്പ് അല്ല, ഷെൽഫ് ലാമ്പ് ആണ്. അപ്പൊ നോക്കട്ടെ, ഫ്ലോർ ആണല്ലേ. ഓക്കെ ശരി. യൂണിറ്റ് കൗണ്ട് 1, ഇൻക്ലൂഡഡ് കമ്പോണന്റ് ബാറ്ററി ഉണ്ടായിരുന്നോ? ബാറ്ററി ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ബൾബ്, ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലായിരുന്നു, കാരണം അത് പ്ലഗ് ഇൻ ചെയ്യാനുള്ളതല്ലേ. ബൾബ് ഉണ്ടായിരുന്നു. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നമ്മൾ HSN കോഡ് സെർച്ച് ചെയ്യും. HSN കോഡ് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ മുകളിൽ HSN കോഡ് സെലക്ട് ചെയ്തോളൂ. എവിടെ സാറേ? ഒന്ന് തിരിച്ചു പോകും ഫോമില്. HSN കോഡ് സെലക്ട് ചെയ്യും. താഴത്തെ HSN കോഡിന്റെ നമ്പർ കൊടുക്കണം. അപ്പൊ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. Code for floor lamp. Yes. 940520. For imports and exports, a specific code like import export അല്ലല്ലോ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നല്ലേ കാണിച്ചിരിക്കുന്നത്. 940560. 520. ഓക്കെ. അവിടെ അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്താൽ മതി. കോണ്ടാക്ട് ഇൻഫർമേഷനും അതെ അഡ്രസ്സ്, മേളിലുള്ള അഡ്രസ്സ് കൊടുത്താൽ മതി. ഐറ്റം ഡെപ്ത് ഫ്രണ്ട് ടു ബാക്ക്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ എവിടുന്നെങ്കിലും ഒക്കെ, ഇതൊക്കെ ചൈനീസ് എന്നാണ് മേടിക്കുന്നതെങ്കിൽ അവർക്ക് അറിയാം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അവർ ഈ ഡീറ്റെയിൽ ഒക്കെ തരും നമുക്ക്. നമ്മുടെ ലിസ്റ്റിങ്ങിന് റെഡിയാക്കി തരുക, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തരും. പ്രോഡക്റ്റ് വാങ്ങുമ്പോ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കാറ്റലോഗ് ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കിട്ടും നമുക്ക്, കാരണം അവർക്ക് അറിയാം ആമസോണിൽ സെല് ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത് എന്നുള്ളത്. അത് കാരണം ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തരും അവര്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ മതി. നമ്മള് ഇനി മുകളിൽ ഓഫർ പോകും. ഇതിപ്പോ അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തോന്നുന്നതൊക്കെ അടിച്ചു വെക്കും നമ്മള്. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇഞ്ചസിൽ വേണമെങ്കിൽ 40, 30 40 30 സെന്റിമീറ്റേഴ്സ് അല്ല, വളരെ ചെറുതായി പോകും. 30 സെന്റിമീറ്റേഴ്സ് അല്ല. അപ്പോ 300 സെന്റിമീറ്റേഴ്സ് എങ്കിലും ഉണ്ട്. 30 സെന്റിമീറ്റേഴ്സിന് ഫ്ലോർ ലാമ്പ് വരില്ല. മുകളിൽ 300, താഴത്തെ സെന്റിമീറ്റേഴ്സ്. മുകളിൽ 30ക്ക് പകരം 300. ഇപ്പൊ കറക്റ്റ് ആയി. ഹൈറ്റ് ഒരു 500 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 500 സെന്റിമീറ്റർ ഒരുപാട് കൂടുതലല്ലേ? സെന്റിമീറ്ററോ? ഒട്ടും കൂടുതലല്ല. ഒരു ലാമ്പിന്റെ ഹൈറ്റ് അത്രയൊക്കെ ഉണ്ടാവും എന്തായാലും. എനിക്ക് കുറവായിട്ടാ തോന്നുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ച
ചെറുത് ഉദ്ദേശിച്ചു 500 അടിച്ചോളൂ. ഒരു 140 അടിക്കണം. ഓക്കെ, സെന്റിമീറ്റേഴ്സ്. വെഡ്ത്ത് വലിയ കാര്യമായിട്ടില്ല. വെഡ്ത്ത് 30 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ ഒക്കെ കറക്റ്റ് ആയിരിക്കും. 100 സെന്റിമീറ്റർ വരെ എന്ത് വേണമെങ്കിൽ എടുക്കാം. 40 കൊടുത്താലോ? 40 ഓ, കൂടുതലാകും സാറേ. ശരി. ഇല്ല കുറവാ, കൊടുത്തോളൂ. ഓഫറിൽ പോട്ടെ. എന്തോ ഒരു ഫീൽഡ് എപ്പോഴും ഇവിടെ റെഡ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ. എന്ത് ഫീൽഡാണ് റെഡ് ആയിട്ട് കിടക്കുന്നത്? ഒരു മിനിറ്റ് ഒന്ന് മുകളിലോട്ട് പോകും. നമ്മളെ ആ അഡ്രസ് പാക്ക് കണ്ട് അഡ്രസ്. ഓക്കെ അഡ്രസ് കൊടുത്തിട്ടില്ല. ഓക്കെ ശരി, ഓഫറിൽ പോട്ടെ. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുത്തോളൂ, എപ്പോഴും കൊടുത്തോളൂ. കാരണം നമ്മൾ ഇനി ക്ലോസ് ചെയ്താലും തിരിച്ചു കിട്ടും. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓഫർ പോട്ടെ. ഇതിനകത്താണ് പ്രൈസ് കൊടുക്കേണ്ടത്. മെയിനായിട്ട് ഇതിനകത്ത് പ്രൈസാണ് കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ്? 10 കൊടുത്തോളൂ. 10 പീസൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. പ്രൈസ് എത്രയായിരുന്നു? 1795. ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 1600 കൊടുത്താൽ മതി. 1600 കൊടുക്കുക, 1795 താഴ്ത്ത് കൊടുക്കുക. അപ്പോൾ അത് കോമ്പറ്റീഷനായി. വെരി ഗുഡ്. 1599. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോ അത് ബാറ്റയാണ് തുടങ്ങിയത്. ബാറ്റയുടെ ഏത് ഷൂ മേടിച്ചാലും അത് 999 1099 അങ്ങനെ ആയിരിക്കും ബാറ്റയുടെ. ഇങ്ങനെയല്ലേ? അതെ ഐറ്റം കണ്ടീഷൻ ന്യൂ. ഫുൾഫിൽമെന്റ് ചാനൽ നമ്മൾ തന്നെ ഇത് ചെയ്യുന്നു. FBA നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഐ വിൽ ഷിപ്പ്. ഇനി വീണ്ടും ലെങ്ത്തും ഒരു അടുത്തും ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സേഫ്റ്റി ആൻഡ് കംപ്ലയൻസിൽ ബാറ്ററി ഉണ്ടോ? ബാറ്ററി ഇല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, വലിയ ടെൻഷൻ ഇല്ല. സേഫ്റ്റി ആൻഡ് കംപ്ലയൻസിൽ പോട്ടെ. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ. ഏറ്റവും മേളിലുണ്ട്. ഡേഞ്ചറസ് ഗുഡ് റെഗുലേഷൻ ഇല്ല. ബാറ്ററി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അൺനോൺ അല്ലല്ല, അത് നോട്ട് അപ്ലിക്കബിൾ. ഐറ്റം വെയിറ്റ് എത്ര ഉണ്ടാവും? ഒരു 3 കിലോ ഉണ്ടാവുമോ? അത് ഇതല്ല, മെറ്റൽ ആയിരിക്കുമല്ലോ അതിന്റെ അപ്പൊ അത് 3 കിലോ മതിയാവില്ല, ചിലപ്പോ 5-6 കിലോ എങ്കിലും ഉണ്ടാവും. 3 to 5 kilos ഉണ്ടാവും. ഒരു 5 kilos കൊടുത്തോളൂ. താഴത്ത് kg. കിലോഗ്രാം. ഓക്കെ, കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അഡ്രസ് കൊടുത്തിട്ടില്ല, അത് കാരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി റിൻഷ് ഒരാളും കൂടെ ബാക്കിയുള്ളൂ. റിൻഷ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. നോക്കട്ടെ. ഓ, വെരി ഗുഡ്. ഡിസ്ക്രിപ്ഷൻ നോക്കട്ടെ. ആഹാ, എക്സലന്റ്. എല്ലാം റെഡിയാണല്ലോ. കീവേഡ് വെച്ചിട്ടാണോ ചെയ്തേ? വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ അത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൽ പോട്ടെ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കേണ്ടത്.
ഇതിലൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? മാനുഫാക്ചറർ അവിടുന്ന് പോട്ടെ. ഇത് എവിടുന്ന ഇത് കോപ്പി ചെയ്ത പ്രോഡക്റ്റ്? ആ പ്രോഡക്റ്റ് എവിടെ? ആ, മാനുഫാക്ചറർ. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കും അത്, ഒന്ന് മുകളിൽ പോയിട്ട്. യെസ്, ഡോട്ട് ആൻഡ് കീ. മാനുഫാക്ചറർ ഡോട്ട് ആൻഡ് കീ. ബ്യൂട്ടി പ്രോഡക്ട്സ്, ലൈഫ് സ്റ്റൈലിലെ ബ്യൂട്ടി എന്ന് അടിച്ചാൽ മതി. മാസ് ബ്യൂട്ടി. നമ്പർ ഓഫ് ഐറ്റംസ് ഇതിനകത്ത് അവർ പാക്കിനകത്ത് എത്ര നമ്പർ ഓഫ് ഐറ്റം ആണ് ചോദിക്കുന്നത്. ഓഫറിലാണ് അവർ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും 1 or 2 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. ഒരു ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പൊ 1 ആക്കിയാൽ മതി. ഐറ്റം ടൈപ്പ് ക്രീം അല്ലേ? മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ. ഓക്കെ. പാർട്ട് നമ്പർ നമ്മൾ ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാക്കണം. AMZ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണം. കോണ്ടാക്ട് ഇൻഫർമേഷൻ, അഡ്രസ് ടൈപ്പ് ചെയ്യണം. ഹീറ്റ് സെൻസിറ്റീവ് അല്ല. ഐറ്റം ഇസ് ഹീറ്റ് സെൻസിറ്റീവ്. ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അഡ്രസ് കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ശരി. Is the product expirable? Yes. താഴത്ത്. Is the product expirable? Yes. ഇത് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പൊ ക്രീം ആയതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. പ്രോഡക്റ്റ് എക്സ്പയറേഷൻ ടൈപ്പ് അവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്പയറേഷൻ ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഡേറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ ചോദിക്കും. ഷെൽഫ് ലൈഫ് കൊടുത്താൽ മതി. ഷെൽഫ് ലൈഫ് ഏറ്റവും താഴത്തത്. അപ്പൊ കണ്ട, ഷെൽഫ് ലൈഫ് ചോദിച്ചു. 6 മാസമാണെങ്കിൽ 180 days. 180 days. ഓരോന്ന് ചെയ്യുമ്പോഴും പുതിയത് പഠിക്കാനുണ്ട്. അതാണ് ആമസോണിന്റെ ഗുണം. ഐറ്റം ഫോം ക്രീം. യൂണിറ്റ് കൗണ്ട് 1 അല്ലല്ല, യൂണിറ്റ് കൗണ്ട് 1 അല്ല. എത്ര? അതൊന്ന് പോയാ ഡോട്ട് ആൻഡ് കീയിൽ പോയാ 100 gram. സ്കിൻ ടൈപ്പ് ഡ്രൈ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കും. ഡ്രൈ. എക്സ്റ്റേണൽ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എൻറ്റിറ്റി, HSN കോഡ് ആദ്യം സെർച്ച് ചെയ്യേണ്ടി വരും. മോയ്സ്ചറൈസർ വന്നു 33049930.
അഡ്രസ് ആദ്യം അവിടുന്ന് മേളിൽ നിന്ന് കോപ്പി ചെയ്ത് താഴ്ത്തിട്ടാൽ മതി. മതി മതി മതി, കഴിഞ്ഞു. യെസ്, പ്രോഡക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് സാർ. കംപ്ലീറ്റ് ആയി. ഓഫർ പോട്ടെ. ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും? 10, 20, 30? എത്ര സ്റ്റോക്കിലുണ്ടാവും? പ്രൈസ് അവരെത്ര പ്രൈസില? 332. $336. അപ്പൊ അതിനേക്കാളും കുറവില് സെല് ചെയ്യാം നമുക്ക്. 330 കൊടുത്തോളൂ, അല്ലെങ്കിൽ 320 കൊടുത്തോളൂ. MRP 336. ഐറ്റം കണ്ടീഷൻ ന്യൂ. ഫുൾഫിൽമെന്റ് ചാനൽ നമ്മൾ തന്നെ ഫുൾഫിൽ ചെയ്യും. ഐറ്റം ലെങ്ത് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യട്ടെ. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ എന്തെങ്കിലും കൊടുത്താൽ മതി. പോട്ടെ, പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൽ പോട്ടെ. ഇല്ല, പ്രോഡക്റ്റ് ഡീറ്റെയിൽസിലേ ഉണ്ടാവുള്ളൂ, ഏറ്റവും താഴത്തെ ഉണ്ടാവുള്ളൂ. ഇനിയും പോട്ടെ, താഴത്തോട്ട് പോട്ടെ. അവിടെ 4.9 × 3.9 × 15.99 സെന്റിമീറ്റർ. അതെല്ലാം കൂടെ കോപ്പി ചെയ്തിടാൻ പറ്റില്ലേ? ഓരോന്നിനും ഹൈറ്റ് ഒന്ന്, വിഡ്ത്ത് ഒന്ന്, ലെങ്ത് ഉണ്ട് ബ്രെഡ്ത്ത് ഉണ്ട് ഹൈറ്റ് ആണ്. അപ്പൊ ആദ്യത്തെ ലെങ്ത് ആണ് 4.9 ലെങ്ത് ആണ്. 4.9 സെന്റിമീറ്റർ. വിഡ്ത്ത് നോക്കട്ടെ. 3.9. 3.9. സെന്റിമീറ്റർ. സെന്റിമീറ്റർ തന്നെയല്ലേ? അതെ. ഒരു മിനിറ്റ്, ഒന്ന് തിരിച്ചു പോട്ടെ. സെന്റിമീറ്റർ ആയിരുന്നോ മില്ലിമീറ്റർ ആയിരുന്നോ നോക്കട്ടെ. സെന്റിമീറ്റർ. നെക്സ്റ്റ്, അതും കംപ്ലീറ്റ് ആയി. ഇനി സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ. അതൊക്കെ. സേഫ്റ്റി വാർണിംഗ് ഉണ്ടോ? ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കാരണം ക്രീം അല്ലേ, അപ്പൊ ഫോർ എക്സ്റ്റേണൽ യൂസ് ഇന്ത്യ. Contain liquids, no. Item weight 120 grams. പാക്കേജിങ്ങോടെ കൂടിയിട്ടുള്ള വെയിറ്റ് 120 grams അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരാളുടെ ലക്കി അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് മാൻഡറ്ററി ഫീൽഡ് അല്ല. സബ്മിറ്റ് ചെയ്യൂ. വെരി ഗുഡ്, എക്സലന്റ്. ക്ലോസ് അല്ലേ?
ഒരാളുടെ ഫുള്ള് കംപ്ലീറ്റ് ആയി. ക്ലോസ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിംഗ് ആക്റ്റീവായി. ഒരു മിനിറ്റ് ഒന്ന് സേവ് ആയി കിട്ടിക്കോട്ടെ. എക്സലന്റ്. ഇത് ക്ലോസ് ചെയ്തോളൂ. അത് ഒരു 1/4 മണിക്കൂറെങ്കിലും എടുക്കും ആക്റ്റീവായി അത് ലിസ്റ്റിംഗ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ രാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് കാണാം. ഒരു 1/2 hour to 45 minutes കഴിഞ്ഞാൽ കാണാൻ പറ്റും. മേലിലെ 3 ഇതിന്റെ ടൈപ്പ് ചെയ്യൂ, 3 ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഓൾ ഇൻവെന്ററി ക്ലിക്ക് ചെയ്താലും മതി. ഇൻവെന്ററി പോട്ടെ, മാനേജ് ഓൾ ഇൻവെന്ററി വന്നിട്ടുണ്ടാവില്ല. ഒരു 1/2 hour 45 minutes എടുക്കാറുണ്ട് സാധാരണ. ഇല്ല, വന്നിട്ടില്ല. വരും. ഒരു 45 minutes കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടുണ്ടാവും, ലിസ്റ്റിംഗ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആയല്ലോ. 3 പേരുടെയും 3 പേരുണ്ട്, 3 പേരുടെയും ആയി. ഇനിയൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈസിങ് നോക്കി ഇന്നലെ. പ്രൈസിങ്, ആമസോണിന്റെ പ്രൈസിങ് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പേജ് ഇന്നലെ എല്ലാവരും സേവ് ചെയ്തിരുന്നോ? പ്രൈസിങ്ങിന്റെ പേജ് ചെയ്തോ? ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം അത് ആ ഒരു പേജ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, പിന്നെ എന്തായിരുന്നു നമ്മൾ ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തത്? ലിസ്റ്റിംഗ് ചെയ്തു, ആഡ്സ് റൺ ചെയ്യുക. ഒരു മിനിറ്റ്, ഒരാൾ ഇപ്പൊ ആരാ ഷെയർ ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് 5 minute ബാക്കിയുണ്ട്. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേ. റിൻഷന് ഷെയർ ചെയ്ത്, ലാസ്റ്റ് ഷെയർ ചെയ്തതല്ലേ? ആ സ്ക്രീൻ ഓപ്പൺ ആയിരിക്കുമല്ലോ. ലെഫ്റ്റിൽ 3 ഡോട്ടിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അഡ്വർടൈസിംഗിൽ പോട്ടെ, ക്യാമ്പയിൻ മാനേജറിൽ പോട്ടെ. അതിനകത്ത് ക്യാമ്പയിൻ മാനേജറിന്റെ മുകളിൽ താഴത്ത് തന്നെ കണ്ടോ A+ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്? ഒന്നും കൂടെ ആ 3 ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത 3 ഡോട്ടിനകത്ത് 3 ഹാംബർഗർ, അതിന്റെ പേര് ഹാംബർഗർ എന്നാണ്. അഡ്വർടൈസിംഗിൽ പോട്ടെ, അഡ്വർടൈസിംഗ് A+ കണ്ടന്റ് മാനേജർ കണ്ടോ? ഓക്കെ, ഇവിടെയാണ് ഈ ഡോട്ട് ആൻഡ് കീയിൽ പോവും. ഡോട്ട് ആൻഡ് കീയിൽ പോവും. മുകളില് ഡോട്ട് ആൻഡ് കീ സെറാമൈഡ്സ് മോയ്സ്ചറൈസർ. മുകളില് ഏറ്റവും മുകളില് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലേ? ഡോട്ട് ആൻഡ് കീ സെറാമൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യൂ. കുറച്ചൊന്ന് മുകളിലോട്ട് പോട്ടെ. ഇത് എത്രയും മുകളിലോട്ട് വേണ്ട, കുറച്ച് താഴത്ത് പോട്ടെ. ഞാൻ A+ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. ഇത് മീറ്റ് യുവർ സ്കിൻ SOS കണ്ടോ? ഇതാണ് A+ കണ്ടന്റ്. ഇത് ഉണ്ടാക്കുന്നതാണ് നേരത്തെ എന്താണ് മാനേജർ ഇൻവെന്ററിയിൽ പോട്ടെ. മൂന്ന് ആ ഹാംബർഗറിൽ ടൈപ്പ് ചെയ്യൂ. വന്നല്ലോ, ലിസ്റ്റിംഗ് വന്നല്ലോ. ലെഫ്റ്റില് ഹാംബർഗറിൽ ക്ലിക്ക് ചെയ്യൂ, അഡ്വർടൈസിംഗിൽ ക്ലിക്ക് ചെയ്യൂ. കണ്ടോ A+ കണ്ടന്റ് മാനേജർ? ഇവിടെയാണ് നമ്മൾ അങ്ങനത്തെ ലിസ്റ്റിംഗ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അങ്ങനത്തെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് A+ കണ്ടന്റ്, റൈറ്റ് സൈഡിലെ ടോപ്പിൽ. ഇവിടെയാണ് നമ്മൾ ഗംഭീരമായിട്ടുള്ള, പക്ഷെ ഇതിന് അപ്രൂവൽ വേണം. ആദ്യം നമ്മൾ ബ്രാൻഡ് രജിസ്ട്രിയിൽ പോയിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ A+ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്. എല്ലാം ബ്രാൻഡ് രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ. വീഡിയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിലും ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ A+ കണ്ടന്റിനകത്ത് വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പൊ 10:30 ഇനി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണ്ട. എല്ലാവരും ഉണ്ടാക്കാനും പറ്റി, 3 പേർക്കും ഉണ്ടാക്കാൻ പറ്റി. അത് വളരെ നല്ലൊരു കാര്യം. ഒരാളുടെ ലിസ്റ്റിംഗ് ആക്റ്റീവും ആയി, അത് വളരെ ഏറ്റവും നല്ല കാര്യം. അപ്പൊ കുറച്ച് കഴിഞ്ഞൊന്ന് നോക്കണേ, ഒന്ന് എന്താണ് ലിസ്റ്റിംഗ് കാണാനുണ്ടോന്നൊന്ന് നോക്കിക്കോണേ. ഇന്നിപ്പോ സമയമില്ലെങ്കിലും നാളെ രാവിലെ എടുത്ത് നോക്കിയാലും മതി. ഓക്കെ, Okay. ശരി. താങ്ക് യു എവ്രി വൺ. ഗുഡ് നൈറ്റ്. സർ നമ്മൾ ഒരു ദിവസം കൂടെ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നമ്മൾ അങ്ങനെ ഈ ഇമേജ് കോപ്പി ചെയ്യുമ്പോ നമ്മളിപ്പോ നമ്മള് ഇപ്പൊ ആമസോണിൽ തന്നെ നമ്മളിപ്പോ ഒരു ഫോട്ടോ കോപ്പി ചെയ്യല്ലേ, അതെ, അങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? പ്രോബ്ലം ഉണ്ട്, ചെയ്യാൻ പാടില്ല. അതെ, ഇതിപ്പം ഞാനിപ്പോ എളുപ്പ വഴിക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, അത് ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെ, നമ്മളിപ്പോ ഡെമോ ആയിട്ട് ചെയ്യുമല്ലേ, അതെ അതെ അതെ, അപ്പൊ നമ്മളായിട്ട് ഒരു ബ്രാൻഡ് ഇറക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ തന്നെ പാടില്ല. സ്വയം ക്രിയേറ്റ് ചെയ്യണ്ടേ? അതെ അതെ, ചെയ്യണം. ഓക്കെ, ശരി, ഇപ്പൊ താങ്ക് യു. എക്സാമ്പിളിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം, പക്ഷെ ഒരിക്കലും ചെയ്യരുത്. റിയൽ ലൈഫിൽ ഒരിക്കലും ചെയ്യരുത് അത്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ പ്രജീഷ്, റേൻസ്? ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ഇല്ല, ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, റേൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ, ശരി. അപ്പൊ 10:30 കഴിഞ്ഞു. ഗുഡ് നൈറ്റ് എവ്രി വൺ. എന്തെങ്കിലും ഞാൻ ഇന്നലെ നമ്പർ ഷെയർ ചെയ്തിരുന്നു, നമ്പർ നോട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആ നമ്പറിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഏതെങ്കിലും ആമസോൺ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ മെയിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് എവ്രി വൺ. ഓക്കെ. ഓക്കെ, ബൈ.